ഓക്കെ. അതും ഓട്ടോമാറ്റിക് ഡീസലാണ് അതിന്റെ വേരിയന്റ് വരുന്നത്. AMT ആണല്ലേ, ഓട്ടോമാറ്റിക് ആണ്. അതായത് ഡീസലിൽ നല്ല മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണല്ലേ. സെല്യൂർ വരുന്നത് 2022 മോഡല് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ്. 2022 ആണ്. നമ്മൾ 5,400,000 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 5,25,000 രൂപയ്ക്ക് 2018 വണ്ടി എടുക്കുക. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഇത്. എക്സെഡ് A+ അല്ലേ. ഓക്കെ, എക്സെഡ് A+ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കില സെൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എല്ലാ സാധനങ്ങളും വരും. സ്പോർട്ടി ആയിട്ടുള്ള ഒരു കൺവെർട്ടബിൾ ടൈപ്പ് മിനി കൂപ്പർ S ആണ്. പെട്രോൾ ആണ് അല്ലേ. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2012 മോഡൽ. ടാറ്റ നെക്സോൺ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വണ്ടി, അതും ഡാർക്ക് എഡിഷൻ അല്ലേ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇതേതാ മോഡൽ? നിങ്ങൾ വന്നോളൂ, നിങ്ങൾ വന്ന് സംസാരിക്കുക, മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക അല്ലേ. ഇത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ വാറണ്ടി ഇവരുടേത് ഉണ്ടാവും കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ലോ ബഡ്ജറ്റും ഉണ്ട്, പ്രീമിയം ഉണ്ട്. അങ്ങനെ ഏത് വേരിയന്റിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും കിട്ടും. ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോറൂം ഇപ്പോഴാണ് ഓപ്പൺ ആയത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ മാർക്ക് 4 ആണ്. മാർക്ക് 4ന്റെ ഏറ്റവും പുതിയൊരു ബ്രാഞ്ച് ഇപ്പോൾ കണ്ണൂർ തോട്ടടയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ണൂർ തോട്ടട ഇവിടെ ഒരു ITI കോളേജ് ഒക്കെ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല ഒരുപാടധികം വണ്ടികൾ ഇനി കണ്ണൂരുകാർക്ക് കോഴിക്കോട് വരാതെ തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഇവരുടെ കോഴിക്കോടുള്ള ഷോറൂമിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നമ്മുടെ മാങ്കാവാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതും വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇനി കണ്ണൂരിൽ നിന്നും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാങ്ങുന്ന ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അളകനന്ദ അല്ലേ, കോഴിക്കോട് നിന്ന് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെയാണ് ഇനി അടുത്ത പരിപാടി അല്ലേ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. കുറേ വണ്ടികളുണ്ടാവും. നമുക്കൊരു 10-16 സ്റ്റോക്കാണ് ഇപ്പൊ കറന്റ് വരുന്നത്. നമ്മള് ആവശ്യം പോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തുകൊണ്ട് വരും അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ അടുത്ത് ഓൾറെഡി ഇവരുടെ കോഴിക്കോടുള്ള ഷോറൂമിൽ ഒരു 80+ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് ഓപ്പണായി വരുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 10-80 വണ്ടി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ നമുക്കിപ്പം എൻക്വയറി വന്നാലും നമ്മൾ ആ ഒരു എൻക്വയറിക്ക് അനുസരിച്ചുള്ള വണ്ടികൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ മാക്സിമം വില കുറച്ച്, അതായത് പുതിയ ഷോറൂമൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തരാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. വാറണ്ടി വണ്ടികളല്ലേ പറഞ്ഞത്? അതെ, എല്ലാത്തിനും നമ്മൾ 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും തന്നെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് 2018 ശേഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററിനുള്ളിൽ ഓടിയ വണ്ടികൾ അല്ലേ. അങ്ങനെയുള്ള വണ്ടികൾക്ക് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടാവും. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് വണ്ടി എടുക്കാം കേട്ടോ. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഈ ഒരു ബ്രസയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ബ്രസയാണ്. ബ്രസ ഏതാ മോഡല്? ബ്രസ വരുന്നത് 2019 മോഡലാണ്. 19 ആണ്. VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അതും ഓട്ടോമാറ്റിക് ഡീസലാണ് അതിന്റെ വേരിയന്റ് വരുന്നത്. AMT ആണല്ലേ, ഓട്ടോമാറ്റിക് ആണ്. അതായത് ഡീസലിൽ നല്ല മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ് അല്ലേ. അതും ലോ കിലോമീറ്ററിലാണ് വരുന്നത്. 32,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. വളരെ വളരെ ലോ കിലോമീറ്റർ ആണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ ക്ലീൻ ആണ്. വിത്ത് മോഡൽ ഏതാ പറഞ്ഞാൽ 2019. അപ്പോൾ വാറണ്ടി ഉണ്ടാവും അല്ലേ. 1 ഇയർ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത വണ്ടി. ക്ലീൻ വണ്ടി, നീറ്റ് വണ്ടിയാണ്. അതെ. എത്രയ്ക്ക് കൊടുക്കാം? നമ്മളിത് ഇപ്പൊ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 9,90,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, VDI ഓപ്ഷനിലാണ് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഡീസൽ വണ്ടി, അതും ഓട്ടോമാറ്റിക്. 990 മാക്സിമം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വിത്ത് വാറണ്ടിയോടുകൂടി. അതുപോലെ തന്നെ മൈക്രോ ഡീസലാ അല്ല, മൈക്രോ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT വരുന്ന വണ്ടി അല്ലേ. ഇത് മോഡൽ ഏതാ? ഇത് 2018 മോഡൽ. 18 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും സാധ്യത ഉള്ളൂ അല്ലേ. അല്ല, നമുക്കൊരു 1 ലക്ഷം കിലോമീറ്റർ ഓടി. അടിപൊളി. അതായത് സാധാരണ ലോ കിലോമീറ്റർ ആണ് കാണാറുള്ളത്. അതിനനുസരിച്ച് കുറച്ച് കൊടുത്തൂടെ പൈസ? അതെ, നമ്മൾ ആ ഒരു റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. 18 മോഡൽ വണ്ടി. ഇത് നമുക്കിപ്പോ 18 ആയതുകൊണ്ട് വാറണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ. വാറണ്ടി ചെക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സൽ ആണ്. അത് തന്നെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. എന്നിരുന്നാലും വേണ്ടുന്ന ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എത്രയ്ക്ക് കൊടുക്കാം? നമ്മളിതിന് ചോദിക്കുന്ന വില പറഞ്ഞത് 4,20,000 രൂപയാണ്. 4,20,000 കുറയാണ്ടല്ലോ അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 2018 മോഡലാണ്. 4,20,000 ചോദിക്കുന്നത്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. കോൺടാക്ട് ചെയ്തോളൂ. നിസാൻ മൈക്ര പെട്രോൾ ഓട്ടോമാറ്റിക് വേണ്ടവർ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സെലേറിയോ വരുന്നത് 2022 മോഡല്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ്. 2022 ആണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 27/1/2022 ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഇത് വേരിയന്റ് ഏതാ? ഇത് വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. VXI ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സെൻട്രൽ ലോക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയർ ഭാഗങ്ങൾ മോശമില്ല. ഓട്ടോ എത്രയാ?
ഇത് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ന്യൂ ഷേപ്പ് സെലേറിയോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. നല്ല ഒരു നീല കളർ വണ്ടി വൃത്തിയുണ്ട് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി. എന്താ വില വരുന്നത്? നമ്മൾ ഇതിന് ചോദിക്കുന്ന വില പറയുന്നത് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ. ഓക്കെ. 6 ലക്ഷം രൂപയ്ക്ക് 2022 വണ്ടി എടുക്കാം. അതും ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഷോറൂം വാറണ്ടി ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 25 വരെയൊക്കെ വാറണ്ടി ഇപ്പൊ നിലവിൽ ഉള്ള വണ്ടിയാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഒരു പുതുപുത്തൻ ടാറ്റ നെക്സോൺ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വണ്ടി, അതും ഡാർക്ക് എഡിഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇതേതാ മോഡല്? 2023 മോഡല്. 23 ആണ്. ഓ, വണ്ടി അങ്ങ് ഇറക്കിയുള്ളൂ. കിലോമീറ്റർ 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 23 അപേക്ഷിച്ച് 19 നോർമൽ ഓട്ടം തന്നെ പറയാം. വലിയ ഓട്ടം ഒന്നുമില്ല. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ചുമ്മാ ചോദിച്ചാണ്. എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും പറയാനില്ല. ക്ലീൻ വണ്ടി അല്ലേ? വെറും 19,000 ലിസ്റ്റിൽ കൊടുത്തു നമുക്ക്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ ഈ ഡാർക്ക് എഡിഷൻ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. വണ്ടി നല്ല ക്ലീൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. AMT ആണ് അല്ലേ? മൈലേജും കിട്ടും. പെട്രോൾ ഏകദേശം എന്തായാലും നമുക്കൊരു 15 സുഖമായിട്ട് മൈലേജ് കിട്ടൂലേ ഇതില്? 12 മുതൽ 15 വരെ എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. എന്താ റേറ്റ് വരുന്നത്? 9,75,000 രൂപ. 9,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്ലീൻ പീസ് പെട്രോള് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ലോഡ് ഡാർക്ക് എഡിഷൻ നെക്സോൺ കൊണ്ടുപോകാം അല്ലേ? അതും വാറണ്ടി ഓൾറെഡി കമ്പനി വാറണ്ടി ഉണ്ട്. ഇവരുടെ വാറണ്ടീൻ്റെ ആവശ്യം നമുക്കില്ല അല്ലേ? വാറണ്ടിയിൽ കമ്പനി നിൽക്കുന്നതുകൊണ്ട് നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലും അൾട്രോസ് ഇതാണെങ്കിൽ 2021 മോഡല് XM പ്ലസ് വേരിയന്റിൽ വരുന്നത്. XM പ്ലസ്, അതായത് ഇപ്പൊ ഒരു XM ഓപ്ഷനിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ഓപ്ഷണൽ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷനിൽ വണ്ടിയാണ്. ഇത് ശരിക്കും മോഡൽ ഏതാ? 2021 ആണ്. ഓ, പുത്തൻ വണ്ടിയല്ലേ? നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. അതായത് ഈ ടിയാഗോയിൽ നമ്മൾ ഈ ജെംസിന്റെ കുപ്പി ഇടുന്ന പോലെ ഇഷ്ടം പോലെ കളറാണ്. അത് പറഞ്ഞ പോലെ തന്നെ അൾട്രോസിലും അല്ലേ? അൾട്രോസ് ഓട്ടോ എത്രയാ? ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ. ഓക്കെ. 24,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 8/9/2021 ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടി അല്ലേ? ഇത് ശരിക്കും പോളിഷ് ഒക്കെ ചെയ്ത് ഉപയോഗിച്ചാൽ നല്ല തിളങ്ങൂട്ടോ കിടന്നിട്ട്. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്ത് വിലക്ക് കൊടുക്കാം? നമ്മളിത് ചോദിക്കുന്ന 6,25,000 രൂപയാണ്. 6,25,000. 21 വണ്ടി അല്ലേ? ഓക്കെ. 21 വണ്ടി 6,25,000 രൂപ. നിങ്ങൾ വന്നോളൂ. നിങ്ങൾ വന്ന് സംസാരിക്കുക. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക അല്ലേ? ഇത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ വാറണ്ടി ഇവരുടേത് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ലോണിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഏകദേശം 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ കാണിച്ച എല്ലാ വണ്ടികളും എടുക്കാം. ഇനി കാണിക്കാത്ത വണ്ടികളും 1 ലക്ഷം രൂപയുടെ ഉള്ളിലാണെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നേരത്തെ കാണിച്ച ഏകദേശം സെയിം കളർ ഒരു നീല കളർ i20 കാണിച്ചു. i20 ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ആണ്. ഏതാ മോഡല്? 2018 മോഡല്. 2018 ആണ് കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയൊരു വണ്ടിയാണ്. പെട്രോൾ ആണ്. ഇത് ഓടിയതൊക്കെ എത്രയാ? ഇത് 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 57,000 ആണ്. പിന്നെ പെട്രോൾ കൊണ്ട് അത്ര ഓടുള്ളൂ. കാരണം മാക്സിമം നിങ്ങൾ ഒരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. കംപ്ലൈന്റ് ഉണ്ടാവില്ല. ക്വാളിറ്റി ഉണ്ട്. പക്ഷേ മൈലേജ് കുറവായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഇന്റീരിയർ. ഇത് ബേസ് മോഡലാ? ബേസ് മോഡലായിരിക്കും അല്ലേ? മാഗ്ന അല്ല, ബേസ് മോഡൽ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പക്ഷേ 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. ബേസാന്ന് ഓർത്ത് വേറെ കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസിന്റെ ഒക്കെ കുറവേ ഉള്ളൂ. ബേസിക്കലി വേണ്ട എല്ലാ സാധനവും ഉണ്ടല്ലേ? 18 വണ്ടി എത്രയും കൊടുക്കാം? നമ്മൾ 5,000 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 5,25,000 രൂപയ്ക്ക് 2018 വണ്ടി എടുക്കാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ ഇത്. കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. പ്രൊഫൈൽ പക്കയാണെങ്കിൽ. കാരണം മോഡലുണ്ട്, ലോ കിലോമീറ്റർ ആണ്, എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി അല്ലേ? 5,25,000 മാക്സിമം കുറച്ച് തരും. പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓണിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റ് കയ്യിൽ വെച്ചിട്ട് പോരും കേട്ടോ. അടുത്തത് നെക്സോൺ തന്നെയാണ്. പഴയ ഷേപ്പ് ആണ് അല്ലേ? ഡീസലാ? 2018 മോഡൽ. ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60 സംതിങ് ഓടിച്ചോളൂ. കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റില്ല നമുക്ക്? കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. XZ അല്ലേ? ഓക്കെ. XZ+ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കില സെൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എല്ലാ സാധനങ്ങളും വരും. ഓട്ടോമാറ്റിക്കലി നല്ല മൈലേജും കിട്ടും അല്ലേ? നമ്മൾ ബ്രസൈഡ് ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കോമ്പാക്ട് SUV. നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇത് എത്രയ്ക്ക് കൊടുക്കാം? നമ്മളിതിന് ചോദിക്കുന്ന വില പറയുന്നത് 7,50,000 രൂപയാണ്. 7,50,000 രൂപയ്ക്ക് 2018 വണ്ടി കൊടുക്കാം അല്ലേ? ഇത് ഓട്ടം പറഞ്ഞില്ലല്ലോ. ഓടി എത്ര? 62,000 അല്ലേ? കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ആണ് ഡീസലിനെ അപേക്ഷിച്ച്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടിയാണ് ന്യൂ ഷേപ്പിലേക്ക് വരുന്നതിന് മുമ്പുള്ളത് അല്ലേ? എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ടയറും മോശമില്ല. അലോയ് വീലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും ഇല്ലാത്തതായിട്ടൊന്നുമില്ല.
നിങ്ങൾ നോക്കിക്കോളൂ, മാക്സിമം നിങ്ങൾക്ക് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും, മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ. നല്ലൊരു ഫോർച്യൂണർ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2014 മോഡൽ. 14 ഓട്ടോമാറ്റിക്കാ? 2 വീൽ ഓട്ടോമാറ്റിക്കാ? 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ആ ഇന്റീരിയർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല പൈസ മുടക്കിയ സാധനമാണ്, പൈസക്കുള്ള സാധനമാണ് അല്ലേ. ഓട്ടോ എത്രയാ? ഇത് 1,55,000 കിലോമീറ്റർ. കേരള വണ്ടിയാ? ഒറിജിനൽ കേരള. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? അതെ, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഇതിന്റെ സീറ്റ് കവറിന് പൈസ കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും നല്ല പ്രീമിയം സാധനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സ് വരും. പിന്നെ 2 വീൽ ഓട്ടോമാറ്റിക്, 14 ഫോർച്യൂണറിന്റെ കൂടുതൽ കഥകൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. ടയർ ഭാഗങ്ങൾ കുറവാണ്, എന്നിരുന്നാലും മോശമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, മേജർ ആയിട്ട് ഹിസ്റ്ററി എടുത്തു കൊടുക്കാം അല്ലേ. എത്രയ്ക്ക് കൊടുക്കാം നമുക്കിത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 18,50,000 രൂപയാണ്. 18,50,000. ഓക്കെ, 18.5 ലക്ഷം രൂപയാണ് 14 വണ്ടി ഒറിജിനൽ കേരളയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ പ്രൈസ് കുറയ്ക്കും കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. ഒരുവിധം ഒരു 10 ലോണും കയറില്ലേ? 10 മേലെ കയറും അല്ലേ? ഓക്കെ, അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ. 18,50,000 ഇത്രയും ക്ലീൻ വണ്ടി ടൈപ്പ് 2 14 മോഡല് ഒറിജിനൽ കേരള വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ, കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എന്തായാലും നമ്മുടെ മാർക്ക് 4 കുറച്ച് പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ കണ്ണൂർ എന്തായാലും പുതിയ ഷോറൂമൊക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ട്. ലോ ബഡ്ജറ്റും ഉണ്ട്, പ്രീമിയം ഉണ്ട്. അങ്ങനെ ഏത് വേരിയന്റിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും കിട്ടും. ഫോർച്യൂണർ ന്യൂ ഷേപ്പ് ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? 4 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ആണ്. 48,000 കിലോമീറ്റർ ഓടിച്ചോളൂ. 48,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒറിജിനൽ കേരള വണ്ടി. മേജർ ആയിട്ട് റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? എനിക്ക് തോന്നുന്നു പുതിയതിന് ഒരു 10-55 ലക്ഷം റുപ്യ ഇപ്പോൾ വിലയുള്ള വണ്ടിയാണ് അല്ലേ? അതിന്റെ പുറമെ ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-1.5 ലക്ഷം റുപ്യൊക്കെ മുടക്കാൻ നല്ല കിഡിലിനായിട്ട് ലെജൻഡറൊക്കെ ആക്കി മാറ്റാനും പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്, റയർ പീസ് സാധനമാണ്. ഇത് നമുക്ക് പ്രൈസ് എത്ര വരും? നമ്മളിത് ചോദിക്കുന്നത് 38,50,000 രൂപ. 38,50,000 അല്ലേ? ഓക്കെ, അത്യാവശ്യം മാർക്കറ്റ് ഉള്ള വണ്ടിയാണ് എന്തൊക്കെ പറഞ്ഞാലും. 38,50,000 രൂപ 4 വീൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 18 മോഡൽ, അതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. മോശമില്ലാത്ത കണ്ടീഷനിൽ ഒരു ക്ലെയിമും ഒന്നുമില്ലല്ലോ, പമ്പർ പോലും ഇല്ലല്ലോ, ഹിസ്റ്ററി ക്ലീൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും 38,50,000 രൂപയ്ക്ക് ഫോർച്യൂണർ 2018 4 വീൽ ഓട്ടോമാറ്റിക് വേണ്ടവർ വേഗം വിളിച്ചോ. അതുപോലെ തന്നെ ഒരു ബെൻസ് ഉണ്ടല്ലോ, ഇത് ഇ ക്ലാസ് അല്ലേ? ഇ ക്ലാസ്. ഇത് ഏതാ മോഡൽ? E250 അല്ലേ? ഇത് 2015 മോഡൽ, 16 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ഓക്കെ, അത് സെക്കൻഡ് ഫേസ് വന്ന വണ്ടി കേട്ടോ. ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. പക്ഷെ നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആണ്. കേരള വണ്ടി പ്രത്യേകിച്ച് നമുക്ക് കണ്ട പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും കേരള വണ്ടീൻ്റെ ആ ഒരു ക്വാളിറ്റി അതൊന്ന് വേറെ തന്നെയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 1,06,000. 1,06,000. ഓക്കെ, 15 മോഡലാണ്. 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മേജർ സംഭവങ്ങൾ ഒന്നുമില്ല അല്ലേ? ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ബ്ലാക്കും കൂടി ആയതുകൊണ്ട് കാര്യമായ സ്ക്രാച്ചസ് ഒക്കെ ഇതിൻ്റെ പെട്ടെന്ന് അറിയും. നിലവിൽ ഇതിനകത്തൊന്നും കാണുന്നില്ല. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ലാണ്ട് ഉണ്ട്. എത്രയ്ക്ക് കൊടുക്കാം? നമ്മളിതിന് ചോദിക്കുന്നത് 26 ലക്ഷമാണ്. 26 ലക്ഷം രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? അത് നല്ലോണം കുറയണം കേട്ടോ, കുറച്ച് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും 26 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ്. അടുത്തതായിട്ടൊരു പ്രോപ്പർ സ്പോർട്ടി ആയിട്ടുള്ള ഒരു കൺവെർട്ടബിൾ ടൈപ്പ് മിനി കൂപ്പർ എസ് ആണ്. പെട്രോൾ ആണ് അല്ലേ? ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2012 മോഡൽ. 2012 ആണ്. 12 കണ്ടാൽ പറയില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 12 ആണെന്നൊന്നും പറയില്ല. ഇത് കൺവെർട്ടബിൾ ആണ് അല്ലേ? സോഫ്റ്റ് ടോപ്പ് വരുന്ന കൺവെർട്ടബിൾ ടൈപ്പ് വണ്ടിയാണ്. EC2 കൺവെർട്ടബിൾ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധനം കൂടിയാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മോശമൊന്നുമില്ല. കമ്പനി വന്ന സീറ്റാണ്, ഒന്നും ചെയ്തിട്ടില്ല. അലോയ് വീല് ടയറും മാറിയിട്ടുണ്ട് അല്ലേ? ഒന്ന് അപ്സൈസ് ചെയ്തിട്ട് ലേശം പുറത്തേക്ക് വൈഡർ ആക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതുകൊണ്ടൊക്കെ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ 4 ആൾ നോക്കും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഒക്കെ തുറന്നു വെച്ച് പോയാൽ മതി കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഓട്ടം 49,000 അല്ലേ? ഓക്കെ, പിന്നെ പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഒക്കെ ഷോക്കായിരിക്കും. ഏകദേശം ഒരു 10 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? പിന്നെ പവർ എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങേ അറ്റം കിട്ടും. രസമായിട്ട് പറപ്പിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ്. എന്തായാലും 12 മോഡല് കൺവെർട്ടബിൾ വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 20 ലക്ഷമാണ്. 20,50,000 രൂപ. കുറയും, നല്ലോണം കുറയും. റോഡ് മാസ്റ്ററിന്റെ വ്യൂവേഴ്സിന് പ്രത്യേകിച്ചും എന്തായാലും നല്ല രീതിക്ക് വില കുറച്ചെടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ.
ഇവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ മേൽഭാഗത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മിസ് ചെയ്യണ്ട, മിസ് ചെയ്യുകയേ ചെയ്യരുത്. നല്ല വണ്ടി വേണ്ടവർ കേട്ടോ. ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നൊരു വണ്ടി കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു ക്രെറ്റയാണ്. സെക്കൻഡ് ഫേസ് വന്നിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഇത് ശരിക്കും ഏതാ മോഡൽ? ഇത് 2018 മോഡൽ SX ഫുൾ ഓപ്ഷൻ വരുന്ന SX ഓപ്ഷനിലാണോ SX ആണോ? SX ആണ് അല്ലേ? ഓക്കെ. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. 2018 സെക്കൻഡ് ഫേസ് വന്ന വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? നല്ലൊരു ഫാൻസി നമ്പറുണ്ട്. KL05 AC 5000 എന്ന് പറഞ്ഞ നമ്പറും ഉണ്ട് കേട്ടോ. കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും എല്ലാവിധ സാധനങ്ങളും വരും. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 43500 ഓടിയിട്ടുള്ളൂ. 43500 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അടിപൊളി. അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കലി വളരെ ലോ കിലോമീറ്റർ ക്രെറ്റ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്താൽ പോയി പോകും, പിന്നെ കിട്ടൂല. ഇതും ഇതുപോലത്തെ ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ? അതും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഫേസ് ആണ് കേട്ടോ. ശരിക്കും ക്രെറ്റേൻ്റെ സീരീസിൽ എനിക്ക് തോന്നുന്നു അന്നും ഇന്നും വിലയുള്ളത് ഈ ഒരു വണ്ടിക്കാണ് അല്ലേ? പുതിയതിനോടും വലിയ താല്പര്യമില്ല അല്ലേ? ആ ഒരു ഇതിൽ ഇത് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 14 ലക്ഷം. 14 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പ്രൈസ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വന്ന് സംസാരിച്ചോളുക അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കൂലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലോ കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പോൾ നിലവിൽ കിട്ടാനില്ലാത്തൊരു സാധനവും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരും. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 90% ടയറും ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും പേടിക്കണ്ട. നല്ല വണ്ടി നോക്കിക്കോളൂ. ഇനി ബലേനോ, ന്യൂ ഷേപ്പ് ബലേനോ അല്ലേ? 2022 മോഡൽ. 22 2022 മോഡൽ ന്യൂ ഷേപ്പ് ബലേനോ. ഏതാ വേരിയന്റ്? ഇത് വരുന്നത് സെറ്റ് ആണ്. സീറ്റ വേരിയന്റിലുള്ള വണ്ടിയാണ് കേട്ടോ. അതായത് കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് വരും. അൽഫേൻ്റെ തൊട്ട് താഴെ, ഏറ്റവും ഫുള്ളിനെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടതാണല്ലേ? ആണോ? ഇതെത്ര ഓടിയുണ്ട്? ഇത് ലോ കിലോമീറ്റർ ആണ്. 52. ഓക്കെ. അപ്പോൾ ഫ്രണ്ടിൽ 2 ടയർ ഓൾറെഡി മാറിയതാണ്. 52,000 കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോൾ വണ്ടിയാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? 22 52,000 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ എന്നുള്ളത്. ഹിസ്റ്ററിയൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നിലവിൽ ഒന്നുമില്ല അല്ലേ? പക്കയല്ലേ? എത്ര വില? നമ്മൾ ചോദിക്കുന്നത് 8,20,000. മാനുവൽ അല്ലേ ഇത്? മാനുവൽ. ഓക്കെ. 8,20,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പ്രൈസ് നെഗോഷ്യബിൾ ആവില്ലേ? ആവണം. ഓക്കെ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്തു തരും. ലോ കിലോമീറ്റർ വണ്ടികൾ കുറേ എണ്ണം ഉണ്ട്. അത് മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി സാധാരണ എവിടെയും ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ കണ്ടിട്ടില്ലാത്തൊരു സാധനം. അതായത് XUV 700 ആണ്. ഈ 700 ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റിലേക്ക് അങ്ങ് എത്തുന്നുള്ളൂ അല്ലേ? എന്തുകൊണ്ടും അത് എടുത്തവരാരും കൊടുക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അവസാനത്തെ വണ്ടി ഏതാ മോഡൽ? ഇത് 2023 മോഡൽ. 23 ആണ്. ഓക്കെ. 2023 ആണ്. 30/6/2023 ആണ് എക്സാക്റ്റ് ഡെലിവറി വരുന്നത്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എല്ലാം നല്ല ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഇത് വേരിയന്റ് ഏതാ ശരിക്കും? ഇത് വരുന്നത് AX5 ആണ്. AX5 ഏറ്റവും ഫുള്ളിന്റെ താഴെയായിട്ട് വരും. പക്ഷെ എന്നിരുന്നാലും എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡോറൊക്കെ തുറക്കുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ സാധനമൊക്കെ ഇങ്ങനെ ഉള്ളോട്ട് കറക്റ്റായിട്ട് കയറി പോവും. അതുകൊണ്ട് തന്നെ അത് കാണാൻ തന്നെ നല്ല ക്ലീൻ ആണ്. ഇതിൽ കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് ഒന്നുമില്ല. പക്ഷെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 43,000 അല്ല 30,000 കിലോമീറ്റർ 30 ഓടിയിട്ടുള്ളൂ അല്ലേ? അതൊക്കെ നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ അല്ലേ? കറക്റ്റായിട്ട് കൊടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 30 ഓടി തന്നെയാണ് കിടക്കുന്നത് അല്ലേ? മാറിയിട്ടില്ല. ഒരു അപാകതയില്ല. ഷോറൂം വാറണ്ടി ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താ വില വരുന്നത്? 24 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിനെ ചോദിക്കുന്നത്. 24 ലക്ഷം രൂപ അല്ലേ? പ്രൈസ് നമുക്ക് കുറച്ച് കൊടുത്തൂടെ? ഓക്കെ. ഈ സാധനം ഒരു റയർ പീസ് സാധനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ AX7 ലക്ഷറി എന്ന് പറഞ്ഞ മോഡലിനൊക്കെ എനിക്ക് 35 ലക്ഷം രൂപ എങ്ങാണ്ട് വില വരുന്നുണ്ട്. ഇതിന് തന്നെ ഇപ്പോൾ ഏകദേശം 28 29 അങ്ങനെ എന്തോ ഇപ്പോൾ ഓൺ റോഡ് വില വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അത്രയും ക്വാളിറ്റി ഉള്ള 23 ക്ലീൻ പീസ് ന്യൂ ഷേപ്പ് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗുഡ് കണ്ടീഷനിലുള്ള വണ്ടി. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണം കേട്ടോ, നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു. അത് മറന്നുകൊണ്ടാ. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല നല്ല വണ്ടികൾ ഇവിടെ ഇനിയും ഒരുപാടെണ്ണം വരും. അവിടുന്ന് വരുന്നതുണ്ട്, വേറെ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ കാസർഗോഡ് കണ്ണൂർ സൈഡിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എളുപ്പം വന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഷോറൂം കൂടി തുറന്നത്. നിങ്ങൾ അവിടെ വരെ വണ്ടി ഓടിച്ച് വരുന്നത് ഇവർക്ക് സങ്കടമായതുകൊണ്ടാണ് ഇവിടെയും കൂടി ഒരെണ്ണം ഓപ്പൺ ആക്കിയത്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തുള്ളവരൊക്കെ നല്ല നല്ല വണ്ടികൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ വളരെ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ലക്ഷറി ടൈപ്പ് സാധനങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും